ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറയുന്ന ഒരു രീതി നമ്മളൊക്കെ വളരെ പ്രസിദ്ധമാണ്. കുറുക്കൻ മുന്തിരിയെ വെച്ച് എന്തൊക്കെ ആയിരുന്നു ലീഗിനോടുള്ള സ്നേഹം കാണിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത്. ലീഗിന് 4 സീറ്റിന് അർഹതയുണ്ട്, നിങ്ങൾക്ക് 2 കിട്ടിയുള്ളൂ, നിങ്ങളുടെ കൊടി പിടിക്കാൻ പറ്റിയില്ല. ലീഗിനോടങ്ങ് പ്രേമം മൂത്ത് 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 ലീഗ് ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരും എന്ന് വരെയുള്ള വലിയ പ്രചരണം ഉണ്ടായി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരെ ഗിയർ റിവേഴ്സിലേക്കാക്കി മുഖ്യമന്ത്രി. ഇപ്പൊ കുറ്റം മുഴുവൻ ലീഗിനാണ്. അവിടെ എന്തൊക്കെയാ പ്രതീക്ഷ ഉണ്ടായിരുന്നേ? സമസ്ത നെടുകെ പിളർന്നു, കാന്തപുരം കൂടെ വന്നു. അങ്ങനെ ആകെ ഇപ്പോ ഹംസ നിർത്തിയോടുകൂടി പൊന്നാനി സീറ്റ് വരെ പിടിക്കാൻ പോകണം. 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടെണ്ണ തോറ്റത്. ഇദ്ദേഹത്തിന് 3 ലക്ഷം വോട്ടാ ഭൂരിപക്ഷം ഇ.ടി. മുഹമ്മദ് ബഷീർ. എന്തിന്? ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഉണ്ണിത്താന് എന്തൊരു ഭൂരിപക്ഷം. പക്ഷേ അതുപോലെ ശൈലജ ടീച്ചറിന്റെ തോൽവി പോട്ടെ, സുധാകരന്, അതുപോലെ മറ്റു മലബാറിലെ പല മണ്ഡലങ്ങൾ വളരെ ശക്തമായ ഒരു വികാരം പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. അതെങ്ങനെയെങ്കിലും പൊളിക്കുക. എന്തായിരുന്നു പിണറായി വിജയന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണം? CAA പലസ്തീൻ. CAA പലസ്തീനും പറഞ്ഞ് CAA വിഷയത്തിൽ എന്താ കോൺഗ്രസും ലീഗും CAA അറിയാത്തവരാ? ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ മതേതരത്വം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മുസ്ലിം ലീഗാണ്. എനിക്കൊരു മടിയുമില്ല എന്ന് പറയാം. കാരണം ഹിന്ദു വർഗീയവാദികൾക്ക് ബദലായി മുസ്ലിം ലീഗ് ഇറങ്ങിയിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഒരു പ്രകോപനത്തിനും അവർ നിന്നില്ല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അവർ അമ്പലം പൊളിക്കാനെന്ന് അവർ പോയില്ലല്ലോ. അവിടെ പോയില്ല. കാരണം എന്താ? അവർക്കറിയാം ജനാധിപത്യത്തിൽ നിയമവാഴ്ചയും ജനാധിപത്യവും വേണം. അവര് സാധാരണ മനുഷ്യരുടെ ഇടത്തരക്കാരാണ്, വ്യാപാരികളാണ്, കൃഷിക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥ, ഈ ജനാധിപത്യത്തിന്റെ ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ആയ ആളുകൾക്ക് പോലും കാര്യമായി ഒന്നും ഇടപെടാൻ കഴിയാതിരിക്കുന്നു. SDPI ഗോവിന്ദ മാഷും പിണറായി വിജയനും പറഞ്ഞല്ലോ, SDPIയുടെ കയ്യിലാണ് ലീഗ്. ഇവരെന്താ SDPIയെ കുറിച്ച് ഇത്രയും വലിയൊരു ഇത് പറയുന്നത്? SDPI എന്തിനാ എത്ര ഉയർത്തി കാണിക്കുന്നത്? SDPIക്ക് എത്ര വോട്ടുണ്ട് കേരളത്തിൽ? 3.5 ലക്ഷം വോട്ട്. ഇ.ടി. മുഹമ്മദ് ബഷീറിന് 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് SDPI വോട്ട് ചെയ്തിട്ട? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, ഹംസക്കെതിരായി സമദാനിയുടെ ഭൂരിപക്ഷം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ച്? SDPI വോട്ട് ചെയ്തതാ? ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തതാ? ഞാൻ കണക്കാക്കുന്നില്ല. അവരിലേക്ക് ആരോപിച്ച് ഇപ്പൊ ലീഗിന് മറുവശത്തേക്ക് ലീഗ് വിരുദ്ധനാണ് താൻ, അല്ലെങ്കിൽ ഇതിന് കാരണമുണ്ട്. നമ്മളത് പറഞ്ഞതാണ്. കുറിലോസ് തിരുമേനി എന്തോ ഒരു പറഞ്ഞപ്പോ, സത്യം പറഞ്ഞപ്പോ കുറിലോസ് തിരുമേനിക്കെതിരെ ചാടി. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ, ആരാ വെള്ളാപ്പള്ളി നടേശൻ? കേരളത്തിലെ നവോത്ഥാന നായകൻ, മുഖ്യമന്ത്രി തീരുമാനിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി തീരുമാനിച്ചതാ. പുന്നല ശ്രീകുമാർ എന്തോ രാജിവെച്ചോന്ന് എനിക്കറിയില്ല. അങ്ങനെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് പച്ചയ്ക്ക് വർഗീയതയാണ്. പച്ചയ്ക്ക് വർഗീയത. ഇസ്ലാം മത പ്രേരണം കൊണ്ടാണ് ഈഴവ വോട്ടുകൾ CPM നിന്ന് പോയത്. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി. പക്ഷെ അതും ചെയ്തു. അവിടെയാണ് തിരുത്തുണ്ടായത്. ഒരു തിരുത്ത് ഞാൻ കാണുന്ന ഇതാണ്. മതന്യൂനപക്ഷങ്ങളുടെ കൂടെ കൂടുതൽ പോയതുകൊണ്ടാണ് തങ്ങൾക്ക് പിന്നോക്ക ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടില്ലാതായത്, തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവരുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വ്യാഖ്യാനം പിണറായി വിജയൻ സ്വീകരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹുസൈൻ മടവൂരിനെ പോലെയുള്ള അതിലെ നേതാക്കൾ, വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുകളൊക്കെ രാജിവെച്ചു പോയത് നവോത്ഥാന സമിതിയിൽ നിന്ന്. വളരെ കൃത്യമല്ലേ? നമ്മൾ നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വർഗീയതയ്ക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ ഒരു പുതിയ സംസ്കാരമാണ് നവോത്ഥാനം. അതിനാണ് സമിതി ഉണ്ടാക്കിയത്, അതിനാണ് മതിലുണ്ടാക്കിയത്. മതിലും പൊളിഞ്ഞു. മതിലിന്റെ ആണിക്കല്ലായ തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കമുള്ള ആളുകൾക്ക് വേറെ എന്തെങ്കിലും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം ഇതിനിടയ്ക്ക് വേറെ തമാശ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ ഞാൻ തമാശകളെ പറയാറുള്ളൂ, എങ്കിലും ആ തമാശ ഞാൻ CPMന്റെ കൂടെ, ഞാൻ CPM സഹയാത്രികനാണ്. ഇത് കേട്ടിട്ടും പിണറായിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ CPM സഹയാത്രികനാണ്, അതുകൊണ്ടാണ് BJPക്ക് വോട്ട് പിടിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന് പോയി. അദ്ദേഹത്തിന്റെ മകൻ
കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയായിരുന്നു. എന്നിട്ട് ഞാൻ CPM കാരനാണ്. എന്തൊരു കളിയാണ് പക്ഷേ ഇത്. അപ്പൊ ആകെ ഒരു കാര്യമുള്ളൂ, കേന്ദ്രത്തിൽ ഒരു പിടി വേണം. മറ്റൊരു സിനിമയിൽ CBI ഡയറക്ടർ പറഞ്ഞ എനിക്ക് ഡൽഹിയിലും ഉണ്ടടാ ഒരു പിടി, എനിക്ക് തിരുവനന്തപുരത്തും ഉണ്ടടാ ഒരു പിടി. കാരണം രണ്ട് സ്ഥലത്തും നമ്മുടെ ആക്രമണം വരും. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ഒരു ആയുധമായി CPM പിണറായി ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നത്. ഈ വോട്ട് പോയതിന് ഭരണവിരുദ്ധ വികാരമല്ല, മുസ്ലിം വിരുദ്ധതയാണ് ഈ വോട്ടിന്, പലസ്തീനും CA ആണ് എന്ന വെള്ളാപ്പള്ളിയുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ തിരുത്തുന്നത്. ഈ തിരുത്ത് വളരെ അപകടകരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കാരണം ഇസ്ലാമോഫോബിയ തന്നെയാണ് ലോകത്തെവിടെയും സാമ്രാജ്യത്വവും അധികാര ശക്തികളും ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പ്രീണിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ മറ്റു പൗരന്മാരെ പോലെ തുല്യരായി ജീവിക്കാൻ അവർക്ക് അവകാശം വേണം, അത്രേ ഉള്ളൂ. മതത്തിന്റെ പേരിൽ ഒരു വിവേചനം പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇസ്ലാമിന് എന്തെങ്കിലും കൂടുതൽ കൊടുക്കണം എന്ന് പറയുന്നില്ല. ഇപ്പൊ മലപ്പുറത്ത് സീറ്റില്ലാണ്ടായിട്ട് അത്ര കൊല്ലായി. +1 സീറ്റിന് വേണ്ടി മലപ്പുറത്ത് SFIക്കാരെ സമരത്തിന് വന്നേക്കണം. അതാണ് തമാശ. ഇന്നിപ്പോ B ശിവൻകുട്ടി മലപ്പുറത്ത് സീറ്റില്ല എന്ന് പറയുന്ന SFIക്കാരെ കളിയാക്കിയിട്ടുണ്ട്. ഞാനും ശിവൻകുട്ടി ഒന്നിച്ച് SFIയിൽ വർക്ക് ചെയ്തതാണ്. ഒരേ കാലത്ത് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശിവൻകുട്ടിയെ ഇപ്പൊ പറയണേ SFIക്കാർ ഒരു പണിയില്ലാണ്ട് കുറക്കാലം ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ചൂടാക്കട്ടെ, അതിനുവേണ്ടി സമരത്തിന് പോയതാണ് എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് ഇസ്ലാം പ്രീണനം എന്ന് പറയുക, അവരുടെ വോട്ട് പിടിക്കുക, CA എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുക. മറുവശത്ത് ഇപ്പോൾ അത് പരാജയപ്പെട്ടപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ലൈനിലേക്ക് പോവുക. അപ്പൊ CPM വെള്ളാപ്പള്ളി ലൈനിലേക്ക് പോവുക തന്നെയാണ്. അങ്ങനെ വന്നാൽ ഞാൻ CPM കാരനാണ് എന്ന് വെള്ളാപ്പള്ളി പറയും. CPM ശബരിമലത്തിൽ പയറ്റിയ അതേ തന്ത്രം. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ഒരു നിലപാടെടുത്തു, അത് ജനങ്ങൾക്ക് വളരെ എതിരായി എന്ന് തോന്നി. പിന്നെ വീട് കയറി ഇറങ്ങി നാമജപം തുടങ്ങി. ഞങ്ങൾ ശബരിമലക്കാരാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോണവരാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യുക എന്ന തുടങ്ങിയ നാമജപം അവിടെ തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രന്റെ കഴിഞ്ഞ കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാസറ്റ് നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം കേട്ടാൽ മതി. 20 മിനിറ്റിൽ കാസറ്റിൽ 19 മിനിറ്റും അതേ ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത പൈസയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്നു ഞാൻ. മറ്റേ ആറ്റുകാൽ ക്ഷേത്രത്തിന് ഇത്ര കൊടുത്തു, കഴക്കൂട്ട ക്ഷേത്രത്തിന് ഇത്ര കൊടുത്തു, കൊല്ലത്തിലെ ഇന്ന ക്ഷേത്രത്തിന് ഇന്നത് കൊടുത്തു, മാവേലിക്കര ക്ഷേത്രത്തിന് ഇത്ര കൊടുത്തു, ചെങ്ങന്നൂരിന് ഇത്ര കൊടുത്തു എന്നുള്ള 19 മിനിറ്റും 20 മിനിറ്റിൽ ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുത്താണ്. ഇതന്നെയാണ് CPMന് പറ്റാൻ പോണ പ്രശ്നവും. അങ്ങനെ ഹിന്ദു വർഗീയ പാർട്ടിയായി CPM നിൽക്കാൻ പറ്റും, മലബാർ കോട്ടയം തീരുമാനിച്ച് നിൽക്കാൻ പറ്റും. അപ്പൊ ഇത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുക, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, അങ്ങോട്ട് പ്രീണിപ്പിക്കുക, ഇത് മാർക്സിസ്റ്റ് വിരുദ്ധമാണ് സഖാവേ. ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നം നോക്കിയാണ് വോട്ട് ചെയ്തത്. അല്ലായിരുന്നുവെങ്കിൽ ഇത് പഠിക്കാൻ ഇവിടെ ഇല്ലെങ്കിൽ പറ്റി UPയിലേക്ക് ഒന്ന് പോക്കൂടെ? UPയിൽ ഈ പറഞ്ഞ മതവും ജാതിയും ഒക്കെ പറഞ്ഞിട്ട് അതിന് കടന്ന് BJPക്ക് അപ്പുറത്തേക്ക് മനുഷ്യന്റെ തൊഴിലില്ലായ്മയും പട്ടിണിയും ജീവിത പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റിയല്ലേ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൂടി അവിടെ UP പിടിച്ചത്. അത് മനസ്സിലാക്കാതെ നായരോട്ട് അങ്ങോട്ട് പോയി, ക്രിസ്ത്യനോട്ട് ഇങ്ങോട്ട് പോയി എന്ന വളരെ ലളിതവൽക്കരിച്ച രാഷ്ട്രീയം CPM ഉപേക്ഷിക്കേണ്ട കാലമായി. അല്ലെങ്കിൽ ബംഗാളിൽ ഉണ്ടായതിനേക്കാൾ വലിയ നാശം ഇവിടെ ഉണ്ടാകും.